ആന്റി ആ ബക്കറ്റ് മോപ്പ് മാറ്റി വെക്ക്. അതിങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങ വെച്ചാ തെരിയാതമ്മ. ഞാൻ മറഞ്ഞിരിക്കാം. നമസ്കാരം. ഞാൻ വേണുഗോപാൽ, വൈഫ് യമുന. ആ നിങ്ങൾ നേരത്തെ എത്തുന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? എന്താ ലേറ്റ് ആയേ? അയ്യോ ഞങ്ങൾ ലേറ്റ് ആയില്ലോ. ലേറ്റ് ആയില്ലേ? ഇല്ല. അപ്പൊ കറക്റ്റ് ടൈം. ഊണ് കഴിച്ചല്ലോ അല്ലേ? ഇല്ല, കഴിച്ചില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ ആ തണൽ എന്ന് പറഞ്ഞ ഹോം സ്റ്റേന്ന് അവിടുത്തെ മെയിൻ മാനേജർ ഒരു ജോയ്മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ നല്ല നാടൻ ഭക്ഷണം കിട്ടും, നല്ല കിടുക്കൻ കരിമീൻ കറിയൊക്കെ ഉണ്ട്, ഫുഡൊക്കെ ഫ്രീ ആന്ന് പറഞ്ഞ്. അതെ അതെ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാതെ പോന്നു. ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നാടൻ ഭക്ഷണമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്കിന്ന് ഇവിടെ നോൺ വെജ് അവൈലബിൾ അല്ല. അയ്യോ, നടക്കൂല കേട്ടോ, നടക്കൂല. ഞങ്ങൾ 3 നേരവും നോൺ വെജ് കഴിക്കുന്നവരാണ്. പറ്റൂല, ഞങ്ങൾക്ക് നോൺ വെജ് വേണം. എന്നാ പിന്നെ വൈകിട്ട് ചായയുടെ കൂടെ നോൺ വെജ് കഴിച്ചാൽ 4 നേരം ഒന്നും പറയാറുന്നല്ല. ഞാൻ ചായയുടെ കൂടെ ഒന്നെങ്കിൽ ബീഫ് കട്ട്ലേറ്റ് അല്ലെ ചിക്കൻ കട്ട്ലേറ്റ്, ഇതിലേതെങ്കിലും ഒന്നും ഞാൻ കഴിക്കാറ്. അത് കഴിക്കും. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ കരിമീന പോയി മേടിച്ചോണ്ട് പോവാ. എങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്താലോ? ആ ചെക്ക് ചെയ്യാം. അല്ല ഒന്ന് ഫ്രഷ് അപ്പ് ആവാം അല്ലേ? ആ പിന്നെ നോക്കിയ ചേട്ടാ, എന്തുമാത്രം സാധനങ്ങളാണ് ഈ വീട്ടില്. ഇതൊക്കെ നിങ്ങൾ പണിയിപ്പിച്ചതാണ് അല്ലെങ്കിൽ മേടിച്ചാണ്? അതും മേടിച്ചതാ. അതെല്ലേ? തൊടണ്ട, താഴെ വീണ് പൊട്ടിപ്പോ. ദൈവമേ, ഇത് പണിയിപ്പിച്ചാണ്. നോക്കി, അത് പണിപ്പിച്ച ശില്പി പണിതാ. നല്ല പെണ്ണ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? പിടിച്ചേ, നല്ല സൈക്കിള്. സൈക്കിള് അതെ അതെ അതെ, പഴയ സൈക്കിളാ, പൊട്ടിപ്പോ. അതെ നല്ല കസേരട്ടാ. നല്ല സുഖിരുന്നിട്ട്. അതെ തൂക്കല്ലേ തൂക്കല്ലേ. അല്ല, എടുക്കാൻ പറ്റൂല, നല്ല കനോണ്ട് ഇരുമ്പല്ലേ. ഇഷ്ടമുള്ള ഊഞ്ഞാൽ കട്ടില് ചേട്ടാ. അധികം ആടണ്ട, ചിലപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലോ. പഴയതല്ലേ, പഴയതാ. ഇതൊക്കെ അത് ഊഞ്ഞാല് നമ്മൾ ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുന്നേ ഉള്ളതാ. പഴയതാണ്, പഴയതാണ്. ഇത് ഊരിയെടുക്കാനൊക്കെ പറ്റൂട്ടെ. കൊളുത്തുണ്ട്, കണ്ടുപിടിച്ച് കള്ളി. നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വേണ്ട ഇതൊക്കെ. എന്തോരം സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ. ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അതെ അതെ, നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ തയ്യാറായി. ഓ സന്തോഷം. അപ്പൊ ഒന്ന് ഫ്രഷ് അപ്പ് ആവാം അല്ലേ? പിന്നെ ആ വീട് നിങ്ങളുടെയാണോ? ആ വീട് നമ്മുടെ അല്ല, പൂട്ടിയിട്ടേക്കുവാ. ഇപ്പൊ ആള് താമസമില്ല. പക്ഷെ അതിനകത്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ കിടപ്പുണ്ട്. ആണോ ചേട്ടാ? അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന്. നമുക്കത് കണ്ടിട്ട് കയറിയപ്പോ അകത്തേക്ക് സമയം ഉണ്ടല്ലോ. ഫ്രഷ് അപ്പ് ആയതിനു ശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം. ആദ്യം നിങ്ങൾ ഫ്രഷ് അപ്പ് ആവട്ടെ കേട്ടോ. കനകാന്റി ആ റൂം ഒന്ന് കാണിച്ചു കൊടുക്കോ. നടക്ക. ഏതാണ്ടൊരു ചെറിയ കുഴപ്പമില്ലയോ? പക്ഷെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കും എവിടെയോ ഫീൽ ചെയ്തു. എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. എനിക്ക് എവിടെ ഫീൽ ചെയ്തില്ലല്ലോ. അത് ഇപ്പം സംഭവം ഇതെല്ലാം കൂടെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർത്തിയായിരിക്കും അല്ലേ? എനിക്ക് ചില സമയത്ത് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വെക്കാതെ ഞാനും പിടിച്ചോണ്ടിരിക്കണോ? ഫുഡ് ഇവിടെ ഫ്രീയാ. അമ്മ പറഞ്ഞോട്ട് നോക്കി കുടിച്ചാ പോലെ. അമ്മമ്മേ, അടുക്കളയിൽ പോയിട്ട് അടുക്കളയുടെ കാര്യങ്ങളൊക്കെ നോക്കൂ. ഇപ്പൊ റെഡിയാക്കാം. കരിമീൻ മേടിച്ചോണ്ട് വരാം. ഫുഡിന്റെ കാര്യം അവൻ കഴിഞ്ഞിട്ടായിരിക്കും. ആൾക്കാര് വരുന്നില്ലേ, കയറി പോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. മര്യാദയ്ക്ക് ഫുഡിന് പൈസ മേടിച്ചു തന്നോണം കേട്ടല. നമുക്ക് സെറ്റാക്കാം, വേറെ രീതി നമുക്ക് പിടിക്കാം. അളിയാ ഓക്കേ മതി. കനകം, ഇപ്പൊ താമസിക്കാൻ വന്നവരെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാന്ന് തോന്നുന്നു. அது எப்படி அம்மா உங்களுக்கு பார்த்த உடனே அவங்க நல்லவங்களா கெட்டவங்களான்னெல்லாம் தெரியுது? അതൊക്കെ എനിക്കറിയാം. എനിക്ക് ആൾക്കാരെ കണ്ടാലേ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾക്കതില്ല. ആ മോളെ, വാ കേറി വാ. എന്താ മോളെ, എന്താ എന്ത് പറ്റി? ഒന്നുമില്ല.
കാര്യം പറ. എന്താ മോളെ? ഒന്നുമില്ല. പിന്നെ കരയുന്നേ? ஐயோ என்ன இருந்தாலும் சொல்லுங்க. അയ്യോ കരയല്ലേ, കരയാതെ കാര്യം പറഞ്ഞാട്ടെ. அழாதீங்க. എന്താ മോളെ? കരയണ പുള്ളിക്കാരി എന്തിനാ കരയണ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? இல்ல அம்மா ஒன்னும் சொல்லல, எனக்கு தெரியாது எது கலறாங்கன்னு. എന്താ പറഞ്ഞേ പുള്ളിക്കാരോട്? ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നുമേ പറഞ്ഞില്ല. ഉറപ്പാണോ? അടിമേടിച്ച് തരുമോ? ചോര് എന്താ കാര്യം? ചോര് ചേച്ചി അല്ല മാഡം, എന്തു പറ്റി? കരയണ എന്തിനാ? കണ്ണിലെന്തെങ്കിലും പൊടി പോയതാണോ? കണ്ണിനും കുഴപ്പമില്ല. അയ്യോ, ഇനിയിപ്പോ കണ്ണിന് വല്ല അസുഖമാണെങ്കിൽ ഇവിടെ അടുത്തൊരു ഐ ഹോസ്പിറ്റൽ കിട്ടാം, നമുക്ക് വേണമെങ്കിൽ അവിടെ പോവാം. അസുഖമൊന്നുമില്ല, ആശുപത്രിയിലൊന്നും പോകണ്ട. പിന്നെ എന്തിനാ കരയുന്നേ? അത് അമ്മ പെട്ടെന്ന് മോളെന്ന് വിളിച്ചപ്പോ എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വന്ന്. അതായിരുന്ന ഞാൻ പേടിച്ചു പോയി. അത് അമ്മുമ്മ ഇങ്ങനെയാ, എല്ലാരോടും ഭയങ്കര സ്നേഹ. അമ്മുമ്മക്ക് മാത്രല്ല, ഈ വീട്ടിലുള്ള എല്ലാരും ഇങ്ങനെയാ. പിന്നെ ചേച്ചി അല്ല മാഡം, ഞാനിപ്പോ എന്താ വിളിക്കണ്ട? ചേച്ചി വിളിക്കണം, മാഡം വിളിക്കണം? മാഡം ഒന്ന് വിളിച്ചാ മതി. മാഡം, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്താ? അമ്മ പോയിട്ട് എത്ര വർഷമായി? അമ്മ എവിടെ പോയി? അല്ല ചേച്ചിയല്ലേ പറഞ്ഞ അമ്മ പോയി എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വന്നെന്നാ പറഞ്ഞ. അങ്ങനെയായിരുന്നോ? ഇപ്പൊ മനസ്സിലായി. എന്താ പെട്ടെന്ന് അടുക്കളയിലോട്ട്? കുക്ക് ചെയ്യാൻ എന്തെങ്കിലും ആണോ? അല്ല, ചുമ്മാ ചുമ്മാ വന്നല്ലേ? കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇനിയിപ്പോ നോൺ വെജില് വേണമെങ്കിൽ സൂപ്പാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട. ആണല്ലേ? എന്നാ വിശപ്പാകുമ്പോ ആന്റിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ആന്റി സെറ്റ് ചെയ്ത് പറയാ. എന്തുമാത്രം സാധനങ്ങളാണ് ഈ അടുക്കളയിൽ. ഭഗവാനേ, ഈ അടുക്കള ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല? അയ്യോ എല്ലാരും, ഈ വീടും പരിസരവും ആൾക്കാരും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോളുടെ പേര് ലച്ചുന്നല്ലേ? അതെ അതെ അതെ, എനിക്ക് മനസ്സിലായിരുന്നു. എന്നാ പിന്നെ നിങ്ങള് സംസാരിച്ചിരിക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. വിളിക്കാം. മോളെ പറ്റി പറഞ്ഞില്ലയോ? അത് ഭർത്താവിനോട് പറയാൻ പോയതാ. അതല്ലേ? ഇച്ചിരി വായാടിത്തരം ഒക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് ഭയങ്കര പാവാ. മോളുടെ വീട് എവിടെയാ? എന്റെ വീട് കോട്ടക്കലാണമ്മ. അപ്പൊ നീങ്ക എതുക്ക് ഇങ്ങ വന്നീങ്ക? അത് ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കണ സമയത്തില്ലേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഊര് ചുറ്റാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ ചുറ്റിക്കറങ്ങി വന്നതാ. ഇനി എപ്പോ എറണാകുളത്ത് വന്നാലും ഇവിടെ വരണം കേട്ടോ. ഇങ്ങോട്ട് നോക്കേ, ഉറപ്പായിട്ടും ഇനി എറണാകുളത്ത് വരുമ്പോ അമ്മയുടെ അടുത്ത് ഇവിടെ 2-3 ദിവസം വന്ന് നിന്ന് അമ്മയുടെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോളു. അമ്മ സത്യം പറഞ്ഞ എനിക്ക് വീടും പരിസരവും സംഭവം എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദൈവമേ, കുതിര കൊള്ളാലത്. ഇത് മരത്തിന്റെയാണോ? മരത്തിന്റെയാ? പണിയിപ്പിച്ചായിരിക്കും അല്ലേ? ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാ. കൊള്ളാട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. പിന്നെ അമ്മ എന്താണ് ഉച്ചക്ക് കറിയൊക്കെ ഉണ്ടാക്കിയേക്കണ? അല്ല, മക്കള് പറഞ്ഞില്ലായിരുന്നോ മീനും ഇറച്ചിയൊക്കെ വേണമെന്ന്? അത് വേണം. അപ്പൊ നല്ല കരിമീൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. കരിമീനാ? കരിമീത്തിന്റെ കൂടെ തേങ്ങാ ചമ്മന്തി കിട്ടും. പിന്നെന്താ, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമല്ലോ. അതാണ്ട് തേങ്ങ ഇരിപ്പുണ്ടല്ലോ. തേങ്ങ ഉണ്ടായിരുന്ന എടാ നോക്കട്ടെ. ഓ, തേങ്ങക്കൊരു വാട്ടുണ്ട്. ഇത് വേണ്ട. അമ്മ പുറകില് തെങ്ങുമ്പ പോയിട്ട് 2 തേങ്ങ കുത്തിട്ടിട്ടേ തേങ്ങ കൊത്തെടുത്ത് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കി തരൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ മതിട്ടാ. ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാ അമ്മ ചെന്ന് തേങ്ങ കുത്തിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കനകത്തിന് കമ്പനി കൊടുക്കാം. അമ്മ ഞാൻ പോണുമാ? വേണ്ട, ഞാൻ പോയി എടുത്തുണ്ടോ. കനകം, അടുക്കളയിൽ ഇനി കൊറേ പണി ഉണ്ടാവൂല്ലേ? இல்ல எல்லாமே முடிஞ்சது, இனி கொஞ்சம் வேலைதான். ஒண்ணு கிச்சன் துடைக்கணும், அவ்வளவுதான் இருக்கு. എന്നാ നടക്കട്ടെ. അതെ, ഞാനെന്നാ റൂമിലേക്ക് ചെല്ലട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഫുഡ് ആവുമ്പോ വിളിച്ചാ മതി. ശരി എന്നാ.